ഹായ്, എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാം ഓയിൽ യൂസ് ചെയ്ത് അതിൻ്റെ കാലിയായ കവറ് നമ്മൾ കളയാറല്ലേ പതിവ്. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു കിടിലൻ ഐഡിയാസ് ഉണ്ട്. ഞാൻ ഈ കവറിൻ്റെ 2 സൈഡുകളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കവറിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കവർ നമുക്ക് 4 പീസോ 6 പീസോ ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കത്രികയിൽ അത്യാവശ്യം ഓയിലായിട്ടുണ്ട്. ഇതുപോലെ ക്ലോത്ത് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കത്രികകൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ച് അതിൻ്റെ കളർ മങ്ങി ടൈറ്റായിട്ട് വരാറുണ്ട്. അതൊക്കെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടത്. അതിനായിട്ട് ഓയിൽ കവറിൻ്റെ ഒരു പീസ് എടുത്ത് തുരുമ്പ് പിടിച്ച ഭാഗത്ത് ഓയിൽ കവർ വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി. വെറുതെ കളയുന്ന ഈ കവർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതുപോലെ തുടക്കുന്ന സമയത്ത് കറയുള്ള ഭാഗത്തെ കറകളൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടും. ഈ ഒരു കത്രികയിൽ അഴുക്ക് കുറവായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ കവറിൽ തന്നെ അഴുക്ക് കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യാറുള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത് കത്തിയാണ് കേട്ടോ. കത്തിയിൽ പെട്ടെന്ന് തന്നെ തുരുമ്പൊക്കെ കയറി കളറ് മങ്ങും. ഇതൊരു ഓയിൽ കവറിൻ്റെ ഒരു പീസ് വെച്ച് തുടച്ചെടുക്കാം. നല്ലതുപോലെ തുരുമ്പുണ്ടെങ്കിൽ ഓയിലിൻ്റെ ഷീറ്റിൽ തന്നെ കാണാൻ പറ്റും. എത്ര തുരുമ്പ് പിടിച്ച കത്തിയായാലും പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. നെക്സ്റ്റ് നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ തവികൾ, പപ്പടക്കോല് എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ലതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു ഓയിലിൻ്റെ ഷീറ്റിൽ തന്നെ ആ തുരുമ്പ് കാണാൻ പറ്റും കേട്ടോ. പാചകത്തിന് മൺപാത്രങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ ടിപ്പാണ് കേട്ടോ. നമ്മൾ മൺപാത്രങ്ങൾ കഴുകി കമഴ്ത്തുന്ന സമയത്ത് പൂപ്പൽ വരാറുണ്ട്. അതില്ലാതിരിക്കാൻ നമ്മൾ മൺപാത്രത്തിലെ കുക്കിംഗ് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഓയിലാക്കി എടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ എത്ര നാൾ കഴിഞ്ഞ് മൺപാത്രങ്ങൾ എടുത്താലും വെള്ളപ്പൂപ്പൽ ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല കറി വെക്കുമ്പോൾ ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കാതെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും നമ്മുടെ മൺചട്ടി സൂപ്പറാക്കി വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ടിപ്പാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.